Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, miss. Good afternoon. Good afternoon, ma'am. Everyone. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. കാണാമോ ക്ലിയർ ആയിട്ട്? Good afternoon, Yes, ma'am. ma'am. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. ഇരിക്കേണ്ട സുഖാണോ? Yes, ma'am. സുഖാണ്. മാമിന് സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. മാമിന് സുഖമാണോ? സുഖം. എവിടെ വരെയായി ഓണമൊക്കെ? ഓണം എവിടെ വരെയായി? കേക്കല്ലേ? ഹലോ ഹലോ ഹലോ. കേൾക്കുന്നുണ്ട് മാം. ഓണമൊന്നും ആയില്ല. ഒന്നും ആയില്ലേ? ഡ്രസ്സൊക്കെ എടുത്തു. ഡ്രസ്സൊക്കെ എടുത്തോ? ഡ്രസ് എടുത്തു. ഓണം വെക്കേഷൻ ഉണ്ടോ? പിന്നെ ഇല്ലാണ്ട് ഓണം വെക്കേഷൻ എന്തായിരുന്നു? ഓണം വെക്കേഷൻ മുമ്പ് എന്താ പരിപാടി? സാധാരണ ഓണം വെക്കേഷൻ മുമ്പ് നമുക്ക് എന്തായിരിക്കും പരിപാടി? ഓണം സെലിബ്രേഷൻ. ഓണം സെലിബ്രേഷൻ. ഓക്കെ. നിങ്ങളുടെ ആദ്യത്തെ ഓണം അല്ലേ സ്മാർട്ട് ശ്രീല? അതെ. അതെ. അപ്പൊ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? സെലിബ്രേറ്റ് ചെയ്യണ്ടേ? വേണം. ഫ്രൈഡേ ആണ് നമ്മുടെ ഈ ഫ്രൈഡേ ആണ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നേരത്തെ പറയാൻ അത് വിട്ടുപോയതാണ് കേട്ടോ. മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഈ വരുന്ന ഫ്രൈഡേ ഇതേ ടൈമില് കേട്ടോ, നമ്മുടെ ക്ലാസ് ടൈമിലായിരിക്കും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 1 hour ടൈമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസുകൾ അറേഞ്ച് ചെയ്താൽ നല്ലതായിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു ഓർഡർ പറയാം. ഒരു പ്രയർ നമ്മൾ നോർമലി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ പ്രയർ അങ്ങനെയുള്ള കാര്യം. ബാക്കി ഇത് നമുക്ക് തുടങ്ങിയിട്ട് പറയാം കേട്ടോ. ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പറയാം. ഇപ്പൊ പ്രയർ ആരാണ്? സന. സ്റ്റാർട്ട് ചെയ്തു. ഗുഡ് ആഫ്റ്റർനൂൺ, മാം. ഗുഡ് ആഫ്റ്റർനൂൺ. അനുഗ്രഹപൂമഴ പൊഴിയോ, അനവരതം കൃപ ചൊരിയോ, ജഗദീശ അനുപമ സ്നേഹം ബുദ്ധിയേ, അനുഗ്രഹപൂമഴ പൊഴിയോ, അനവരതം കൃപ ചൊരിയോ, ഈശ്വരനാം ജഗദീശ അനുപമ സ്നേഹം ബുദ്ധിയേ, കൃപയാൽ നയിപ്പവരേ, അഖിലവുമായി തീർത്തവരേ, അനുദിന കൃപയാൽ നയിപ്പവരേ, വിടമേ അതുലതയാമയനേ, അനുഗ്രഹപൂർവ്വം കൃപ ചൊരിയോ, ഈശ്വരനാം ജഗദീശ അനുപമ സ്നേഹം ഓക്കെ.
Thought of the day. മാം ഞാനാണ് തോട്ട് ഓഫ് ദ ഡേ പറയുന്നത്. സ്നേഹ ഷിബിൻ. Good afternoon, ma'am. Good afternoon, my all dear friends. I am Sneha Shibin from Ernakulam. The thought of the day is focus on the step in front of you, not the wall staircase. നിങ്ങളുടെ മുന്നിലുള്ള പടിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മുഴുവൻ ഗോവണിയെയും നോക്കി ആശങ്കപ്പെടരുത്. താങ്ക് യു. Okay, very good. Signing. മാം, എൻ്റെ പേര് റോസ്മേരി. ഞാനാണ് സൈൻ പറയുന്നത്. Good afternoon, all. My name is Rosemary. You're all welcome, respected teacher, to our class. I'm so happy to see you together. Here, I hope the class will be great and successful. I hope you will all enjoy the class. Have a good day. Thank you, ma'am. Okay. Thank you. Good afternoon to all. Prayer പാടിയ കുട്ടിയാരാണ്? പേരെന്താണ്? റുക്സാന. നന്നായിരുന്നു കേട്ടോ, നല്ല ശബ്ദം. Thank you. Good afternoon to all. കഴിഞ്ഞ വീക്കിൽ ഒരു പ്രാവശ്യം നമ്മൾ കണ്ടില്ല അല്ലെ? ഞാൻ ലീവായിരുന്നു, അപ്പോ ഈ ഫ്രൈഡേ ആണ് നമ്മൾ നിങ്ങളുടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ്. നിങ്ങൾ ആദ്യം പ്രെയർ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ എന്തെങ്കിലും പ്രോഗ്രാംസുകൾ, ഇനിയിപ്പോ 2 ദിവസം കൊണ്ട് ഒരു ഡാൻസ് ഒക്കെ പഠിക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പറ്റുമോ നിങ്ങൾക്ക്? പറ്റുമോ? അതെങ്ങനെയാണ് മിസ് ഓൺലൈനിലൂടെ എല്ലാ കുട്ടികളും എല്ലാ വർഷവും ചെയ്യാറുണ്ട്. നമ്മൾ ഓണം, വിഷു, ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാനാണ്. അപ്പൊ നേരത്തെ ഒരാഴ്ച മുമ്പ് പറയാറുണ്ട്, പക്ഷെ നമ്മള് അത് ഞാൻ വരാത്തോണ്ട് അത് ഇൻഫോം ചെയ്യാൻ പറ്റിയില്ല നിങ്ങളോട്. അപ്പൊ ഒരു സൂം മീറ്റിംഗിലൊക്കെയാണ് ആ കുട്ടികൾ പഠിച്ചിട്ട് അന്നത്തെ ദിവസം ഇവിടെ പ്രസന്റ് ചെയ്യും. ഓക്കെ. പിന്നെ ഡാൻസ് ചെയ്യാൻ പറ്റാത്തൊരിപ്പോ ഓണവുമായി ബന്ധപ്പെട്ട് പാട്ടുകളോ അല്ലെങ്കിൽ സ്പീച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സോ ഇനി വേറെ എന്തെങ്കിലും ആക്ട് ചെയ്യാനോ പറയാനോ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസ് ആണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യ ദിവസം എന്ന് വെച്ചാൽ നമ്മൾ ക്യാമറ ഓൺ ചെയ്യും. ക്യാമറ ഓൺ ചെയ്തിട്ട് എല്ലാവരും നിങ്ങൾക്ക് ഓണം അറ്റിയർ ഇടാൻ പറ്റുന്നവരാണെങ്കിൽ, അതായത് ഒരു സാരിയോ ചുരിദാറോ അതെല്ലാം ഇടാൻ പറ്റുന്നവരാണെങ്കിൽ, അതായത് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് കേട്ടോ, ഉള്ളത് മാത്രം ഇട്ടിട്ട് ക്യാമറ ഓൺ ചെയ്യുക, പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതിന് നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രം ഫ്രൈഡേ വെക്കാം. എന്താണ് തീരുമാനം? 74 പേരുണ്ട്. 74 പേരുടെ ഒരു ഓക്കെ വേണം. ഓക്കെ ആണ് മിസ്. ഓക്കെ ആണ്. താല്പര്യക്കുറവുള്ള ആരെങ്കിലും ഉണ്ടോ അതില്? എനിക്ക് പറ്റില്ല എന്നുള്ള ഒരാൾക്ക് പറയാം. ഇല്ല മാം, ഓക്കെയാണ്. എല്ലാവരും ഓക്കെ ആണ്. മാം, ഫ്രൈഡേ എന്ന് പറയുമ്പോ ഈ 21-ാം തീയതി അല്ലേ? 21-ാം തീയതിയാണ്. ഏകദേശം മറ്റന്നാളാണ്. മറ്റന്നാളാണ്. ഒരു ദിവസം, ഈ 2 ദിവസം നിങ്ങൾക്ക് സമയമുള്ളൂ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് സോങ് ഒക്കെ ഫ്യൂഷൻ ആയതുകൊണ്ട് ഇന്ന് തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ഒന്ന് നോക്കാം കേട്ടോ. ഗ്രൂപ്പ് സോങ്ങുകൾ പക്ഷെ ഗ്രൂപ്പായിട്ട്, അതായത് ഇപ്പൊ പാടുമ്പോഴെന്ന് വെച്ചാൽ ഓരോരുത്തർ കണക്ട് ചെയ്ത് പാടേണ്ടി വരും. സോ മീറ്റിംഗ് നിങ്ങൾ എങ്ങനെയാണോ പ്രസന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ക്ലാസ്സിൽ കയറിയിട്ട് പാടേണ്ടി വരും. ഓക്കെ, കുഴപ്പമില്ല. പറ്റാത്തവർ വേണ്ട, ആരെയും നിർബന്ധിക്കുന്നില്ല. പറ്റുന്ന കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. പറ്റാത്തവർ വേണ്ടെങ്കിൽ ഇപ്പൊ അത് മെസ്സേജ് ചെയ്യണ്ട കേട്ടോ. വേണ്ട. ഓക്കെ. പ്രോഗ്രാമിന് പങ്കെടുക്കണില്ല എന്ന് വിചാരിച്ച ക്ലാസ്സിൽ കയറാതിരിക്കേണ്ട ആരും കേട്ടോ. ക്ലാസ്സിൽ കയറാതിരിക്കുക, ഒരു പ്രശ്നമില്ല. ഇതിന്റെ പ്രോഗ്രാംസ് നമുക്ക് കാണാം. ഓക്കെ. ഞാനായിരിക്കും വർഷത്തിൽ ജോബ് ഉണ്ടോ? ജോബ് ഉള്ളവരെ കുറിക്കുക. പറ്റുന്നവര് മാത്രം ഫ്രൈഡേ കയറാം കേട്ടോ. നിർബന്ധം പറയുന്നില്ല. എല്ലാ ക്ലാസ്സിലും സെലിബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞിട്ടെങ്കിൽ നിങ്ങൾ ഡാൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമായിരുന്നോ? ചെയ്താരേ? ഇനി സിംഗിൾ ഡാൻസ് കളിക്കാൻ അറിയാവുന്നവർക്ക് അത് പെർഫോം ചെയ്യാം, ഒരു പ്രശ്നമില്ല കേട്ടോ. സിംഗിൾ ഡാൻസ് ചെയ്യാന്ന് അറിയാവുന്നവർക്ക് അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ക്ലാസിക്കൽ എന്തെങ്കിലും പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഒരു ടീച്ചർ ഉണ്ടല്ലോ, ഡാൻസ് ടീച്ചർ ഇല്ലേ, പേര് പറഞ്ഞാലോ. ആൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആളൊന്ന് ഇൻഫോം ചെയ്യണേ. ഇങ്ങനെയാണെങ്കിൽ ഫ്രൈഡേ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യാൻ പറയണം കേട്ടോ. നമുക്ക് 1 മണിക്കൂർ സമയമുണ്ട്. 1 മണിക്കൂറിൽ എന്തെങ്കിലും ചെറിയ പ്രോഗ്രാംസ്, സ്പീച്ചോ അല്ലെങ്കിൽ കുറച്ച് ഓണപ്പാട്ടുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കേ കേട്ടോ. ഒരു ഗ്രൂപ്പായിട്ടോ സിംഗിൾ സോങ് ആയിട്ടോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് പാടാവുന്നതാണ്. ഓക്കെ. പിന്നെ എല്ലാവരും നിർബന്ധമായിട്ട് ക്യാമറ ഓൺ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ.
സാരിയോ ചുരിദാറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് അതിന് വേണ്ടി പുറത്ത് പോയി വാങ്ങിക്കാനും വേണ്ട, നിങ്ങൾക്ക് അതിനുള്ളത് ഏതാന്ന് വെച്ച് മാത്രം ഇട്ടിട്ട് പ്രോഗ്രാം ചെയ്യും. ഓക്കെ. മാം അന്നത്തെ ദിവസം ഞാൻ ക്ലാസ്സിൽ കയറില്ല കേട്ടോ മാം. കുഴപ്പമില്ല കേട്ടോ. ബ്രദറിന്റെ മാരേജ് ആണ്. സൗണ്ട് ഇല്ലല്ലോ മിസ്സേ. സൗണ്ട് ഇല്ലേ? ക്ലിയർ അല്ലേ? ബാക്കി എല്ലാവർക്കും ക്ലിയർ അല്ലേ? റേഞ്ച് ഉള്ളിടത്തിരിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്രോഗ്രാംസ്. നിങ്ങളപ്പോ ആരൊക്കെയാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അത് ചെയ്യുക. ആരെങ്കിലും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നിങ്ങളത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് എന്തായാലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവൂലേ അല്ലേ എല്ലാവർക്കും? അതിലെന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇന്നും നാളെയൊക്കെ ഉണ്ടെന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. മറ്റന്നാൾ ഉച്ച വരെ സമയമുണ്ട്. ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, ശരി. PDF കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇരിക്കുന്ന PDF കാണാമോ? നമ്മള് പേപ്പർ 2 ചാപ്റ്റേഴ്സ് ആണ് എടുക്കുന്നത് കേട്ടോ. പാർട്ട് 2 ചൈൽഡ് ഡെവലപ്മെന്റ് സൈക്കോളജി ആണ് കേട്ടോ. അതില് ചൈൽഡ് ഡെവലപ്മെന്റ് ഗ്രോത്ത് ആണ് എടുക്കുന്നത്. പേജ് നമ്പർ 35. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ എല്ലാവർക്കും? ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ? ഇല്ല, ഇന്നലെ കിട്ടിയുള്ളൂ. ഇല്ല. ഇനി കിട്ടാത്ത എത്ര പേരുണ്ട്? ഓർഡർ ചെയ്തിട്ടുണ്ടോ? ഓർഡർ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. കേട്ടില്ല കേട്ടോ. കിട്ടിയില്ല. കിട്ടിയവരെ ടെക്സ്റ്റ് നോക്കുക. നമ്മളിവിടെ ചാപ്റ്റേഴ്സ് എടുക്കുന്ന എങ്ങനെയാണ്? ഓർഡർ ചെയ്തിട്ടില്ലേ? ഓർഡർ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ഒരുപാട് ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. കിട്ടുന്നില്ലെന്നാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ഇവരെല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് പറയണ്ടല്ലോ. ഇന്ന് ആദ്യമായിട്ടാണ് എന്റെ ക്ലാസ് കാണുന്നത്. നിങ്ങള് ആദ്യമായിട്ട് കാണുന്നുണ്ടോ? ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ്. ഓക്കെ. ടീച്ചറാണ് സൈക്കോളജി പാർട്ട് എടുക്കുന്നത് കേട്ടോ. നിൽക്കുക. ഓക്കെ. എന്റെ പേര് ആതിര എന്നാണ്. ഫസ്റ്റ് ഒരു ക്ലാസ് നമ്മൾ കയറിയിരുന്നത് എനിക്ക് കയറിയിട്ടുണ്ടായില്ല, ലീവായിരുന്നു കേട്ടോ. ഫ്രൈഡേ ആണ് എനിക്ക് ശരിക്കും ക്ലാസ്. ഫ്രൈഡേ 1:30ക്കാണ് ക്ലാസ്. ഒരു ടൈം ടേബിൾ ചേഞ്ച് വന്നുകൊണ്ട് കയറിയതാണ്. ഓക്കെ. യെസ്. ഇപ്പൊ കേൾക്കാമോ? കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾക്ക് കേൾക്കാമോ? ഹലോ, ഹലോ. ഓക്കെ. യൂണിറ്റ് 1 പേപ്പർ 2 യൂണിറ്റ് 1 ആണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ. ഇൻട്രൊഡക്ഷൻ ഭാഗം നോക്കാം. Human development is a lifelong process which is connected with physical, behavior, cognitive and emotional growth and change in the early stages of life, from babyhood to childhood, childhood to adolescence, and adolescence to adulthood. Tremendous changes take place. Out of the process, each person develop an attitude and values that guide choice, relationships and understanding. പ്രോഗ്രാം ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ് എന്നാണ് പറയുന്നത്. എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ്? ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. മനുഷ്യന്റെ വികാസം എന്ന് പറയുന്നത് എന്താണ്? ഒരു ആജീവനാന്ത പ്രക്രിയയാണ് അല്ലെ? ലൈഫ് ലോങ് പ്രോസസ് ആണ്. ടെക്സ്റ്റ് ഉള്ളവരൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോകാം അല്ലെ? മനുഷ്യന്റെ വികാസം, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അതിങ്ങനെ ലൈഫ് ലോങ് പോയിക്കൊണ്ടിരിക്കും അല്ലെ? അത് ആജീവനാന്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ? ഏതെല്ലാം കാര്യങ്ങളാണ് അതിൽ വരുന്നത്? എങ്ങനെയാണ് ഫിസിക്കൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് സ്റ്റേജിൽ വരുന്നത്? ഫിസിക്കൽ, ബിഹേവിയർ, കോഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ ഗ്രോത്ത് ആൻഡ് ചേഞ്ച് അല്ലെ?
ഈ ഡെവലപ്മെന്റ് അഥവാ വികസനം എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ബിഹേവിയറൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് നമുക്ക് സംഭവിക്കുന്നുണ്ട്. കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിപരമായ അല്ലെങ്കിൽ വൈജ്ഞാനികപരമായ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള വികാരപരമായിട്ടുള്ള പല രീതിയിലുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ പല ചേഞ്ചസ് നമുക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ് അല്ലെ, മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഇന്ന് മാറി നാളെ മാറാതിരിക്കുന്നുണ്ടോ? അത് ഇന്ന് മാറി നാളെ മാറാതിരിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് എന്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ് ആണ്, അതൊരു ആജീവനാന്തമായ പ്രക്രിയയാണ് അല്ലെ. മനുഷ്യൻ പല രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഡെവലപ്മെന്റ് ഇങ്ങനെ ഓരോ ദിനം പ്രതി എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ആദ്യ കാലഘട്ടങ്ങൾ മുതൽ എടുത്താൽ നമ്മുടെ ചെറിയ കാലഘട്ടം, ചെറിയ ഏർലി സ്റ്റേജസ് മുതൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലൈഫിന്റെ ഫസ്റ്റ് സ്റ്റേജ് എങ്ങനെയായിരുന്നു? ലൈഫിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഏർലി സ്റ്റേജസ് എങ്ങനെയായിരുന്നു? ലൈഫ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ലൈഫ് ഫ്രം ബേബിഹുഡ് ടു ചൈൽഡ്ഹുഡ് അല്ലെ. നമ്മുടെ ആ ഒരു കാലഘട്ടം മുതൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അമ്മയുടെ ആ ഒരു ഗർഭപാത്രം മുതലല്ല, അല്ലാതെ ബേബിഹുഡ് ടു ചൈൽഡ്ഹുഡ് അല്ലെ. ഫസ്റ്റ് നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് അല്ലെ. ബേബിഹുഡ് ടു ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബേബിഹുഡ് ടു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഏത് കാലഘട്ടമാണ്? ഏത് കാലഘട്ടമാണ്? ശൈശവകാലം അല്ലെ. ശൈശവകാലം മുതൽ ബാല്യകാലം വരെയുള്ള കാലഘട്ടം അല്ലെ. ഫ്രം ബേബി ടു ചൈൽഡ്. അവിടെ പല ഡെവലപ്മെന്റ്സ് നമുക്ക് നടന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ ലൈഫിൽ പല ത്രൂ ഔട്ട് ആയിട്ട് എന്താണ് പല പ്രോസസ്സുകളും ആ ഒരു കാലഘട്ടം നമ്മുടെ ശൈശവകാലം മുതൽ ബാല്യകാലം വരെ നമ്മുടെ ലൈഫിൽ പല ഡെവലപ്മെന്റ്സ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ചൈൽഡ്ഹുഡ് ടു അഡോളസൻസ്. ചൈൽഡ്ഹുഡ് ടു അഡോളസൻസ്. എന്താണ് ചൈൽഡ്ഹുഡ് ടു അഡോളസൻസ് എന്ന് പറയുന്നത്? ഏത് മുതൽ ഏത് വരെയാണ്? ബാല്യകാലം മുതൽ കൗമാരകാലം വരെ അല്ലെ. ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വരുന്നത് സമയമാണ് അല്ലെ, നമ്മുടെ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് അല്ലെ. അഡോളസൻസ് പീരീഡ് നമ്മളെല്ലാവർക്കും ആ ഒരു സ്റ്റേജിലാണ് പല ഇമോഷൻസും പല രീതിയിലുള്ള ഫിസിക്കൽ ആസ്പെക്റ്റിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നത് അല്ലെ. ഏറ്റവും കോംപ്ലിക്കേഷൻ ഉള്ള കാലഘട്ടവും കൂടിയാണ് എന്ത് കൗമാര കാലഘട്ടം അല്ലെ. നമ്മളെല്ലാവരും അത് കടന്നു വരുന്നതിനാണ് അല്ലെ. നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ആ ഒരു സ്റ്റേജിൽ എങ്ങനെയായിരുന്നു നമ്മളെന്ന്. ഏറ്റവും കോംപ്ലക്സിറ്റി ഓഫ് ലൈഫിന്റെ ഏറ്റവും പീരീഡ് ആണ് എന്ത് അഡോളസന്റ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ചൈൽഡ്ഹുഡ് മുതൽ അഡോളസന്റ് കാലഘട്ടം വരെ എന്താണ് പല മാറ്റങ്ങളും നമുക്ക് സംഭവിച്ചിട്ടാണ് നമ്മൾ അഡോളസന്റ് എന്ന കാലഘട്ടത്തിൽ കൗമാര കാലഘട്ടത്തിൽ എത്തിച്ചേർന്നത്. ഇനി അവിടെ നിന്ന് തന്നെ അങ്ങോട്ടുള്ള കാലഘട്ടം ഏതാണ്? അഡോളസൻസ് ടു അഡൽട്ട്ഹുഡ്. എന്താണ് അഡോളസൻസ് ടു അഡൽട്ട്ഹുഡ്? അഡോളസൻസ് ടു അഡൽട്ട്ഹുഡ് കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കൗമാരത്തിൽ നിന്ന് യൗവന കാലഘട്ടത്തിലേക്ക് അങ്ങോട്ടേക്ക് നമുക്ക് എങ്ങനെയുള്ള ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്? ടെർമിനൽസ് ആയിട്ടുള്ള ചേഞ്ചസ്, അതായത് അതിഗംഭീരമായിട്ടുള്ള ചേഞ്ചസ് ആണ് ഓരോ മനുഷ്യരും ഈ സ്റ്റേജസിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചിരിക്കുന്നത് അല്ലെ. ബേബിഹുഡിൽ നിന്ന് അതായത് ശൈശവത്തിൽ നിന്ന് ബാല്യകാലത്തിൽ എത്തിയപ്പോൾ പല മാറ്റങ്ങൾ സംഭവിച്ചു. അവിടെ നിന്ന് അഡോളസൻസിലേക്ക് എത്തിയപ്പോൾ കൗമാര കാലഘട്ടത്തിൽ എത്തിയപ്പോൾ എന്താണ് ഒത്തിരി മാറ്റങ്ങൾ ആൾക്ക് സംഭവിച്ചു. ഈ അഡോളസൻസ് പീരീഡ്സിൽ എത്തുന്നതിന് മുൻപും അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്താണ് നമ്മുടെ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള പ്രക്രിയ അവിടെ നടക്കുന്നത്. അതേത് പ്രക്രിയയാണ്? ഏത് പ്രോസസ്സാണ്? ഇതാണ് ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംബന്ധിച്ചിടത്തോളം മെൻസ്ട്രേഷൻ. അതന്നെ പ്രായപൂർത്തി ഘട്ടം അല്ലെ. നമ്മുടെ മെൻസ്ട്രൽ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന മെൻസ്ട്രൽ സൈക്കിള് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. ആ ഒരു ചേഞ്ചസ് നിങ്ങൾ ആലോചിച്ചൊക്കെ അത് വരുന്നതിന് മുൻപും അത് ആയതിനു ശേഷം, അതായത് പീരീഡ്സ് ആവുന്നതിന് മുൻപുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ, അതായതിനു ശേഷമുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അല്ലെ. ഒത്തിരി ചേഞ്ചസ് ആണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരേപോലെ സംഭവിച്ചത്. ഓക്കെ, ഓർമ്മയുണ്ടോ? ഇപ്പോഴും നിങ്ങൾ ഓരോരുത്തരും പീരീഡ്സുമായി ബന്ധപ്പെട്ട് സഫർ ചെയ്യുന്നവരായിരിക്കും അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം പീരീഡ്സ് വരുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ഒരു സൈഡ് എഫക്ട്സ് വരും അല്ലെ. വരാൻ പോകുന്നെന്ന് അറിയിക്കാനായിട്ട് ശരീരവും മനസ്സും ഒരേപോലെ പ്രവർത്തിച്ചു. ഇതായി കഴിഞ്ഞാല് അത്രയും ദിവസം ഒരു 7 days നമ്മൾ ഓൾറെഡി ആ ഒരു ഫിസിക്കൽ പെയിനുമായിട്ട് മാനസികമായിട്ടുള്ള എല്ലാ തകർച്ചകളും അനുഭവിക്കും. ഈ പീരീഡ്സിന് ശേഷവും നമുക്ക് എന്തുണ്ട്? മൂഡ് സ്വിങ്സും കാര്യങ്ങളും അപ്പോഴും ഉണ്ട്. അതിന്റെ ഒപ്പം നമുക്ക് ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും. ഒരു മാസം നമ്മൾ അങ്ങനെ ഒത്തിരി വേദനകളിലൂടെയാണ് ഒരു പെൺകുട്ടി കടന്നു പോകുന്നത് അല്ലെ. ശരിയല്ലേ? എന്ന് ആലോചിച്ചൊക്കെ. യെസ്,
പീരീഡ് വന്നതിന് ശേഷം നമ്മൾ പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് ചേഞ്ചസ് ഓരോ പീരീഡ്, ഓരോ മെൻസ്ട്രൽ സൈക്കിൾ കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മൾ ആദ്യം പഠിച്ചൊരു ടേമില്ലേ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ് എന്ന് പറഞ്ഞില്ലേ. ഈ ലൈഫ് ലോങ് പ്രോസസ്സുകളുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ സ്റ്റേജസുകൾ. അതായത് ആദ്യം ശൈശവകാലം മുതൽ ബാല്യകാലം വരെ, ബാല്യകാലം മുതൽ അഡോളസെന്റ് പീരീഡ് വരെ, അഡോളസെന്റ് കാലഘട്ടം മുതൽ യൗവന കാലഘട്ടം മുതൽ അഡൽട്ട്ഹുഡ് വരെയുള്ള കാലഘട്ടത്തില് മനുഷ്യന് പല ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഇനി സ്ത്രീകളെ മാത്രമായിട്ട് പറയരുത് നമ്മള്, അല്ലെ? പുരുഷന്മാർക്ക് ചേഞ്ചസ് സംഭവിക്കുന്നില്ലേ കൗമാര കാലഘട്ടത്തില്? സംഭവിക്കുന്നില്ല. നമ്മുടെ നിങ്ങൾക്ക് ആൺകുട്ടികൾക്ക് അത്യാവശ്യം ഒരു 13-14 വയസ്സൊക്കെ ആകുമ്പോ അവർക്ക് ഒരുപാട് ബയോളജിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്നില്ല, അല്ലെ? അവരുടെ ശബ്ദം മാറുന്നു, താടി വളരുന്നു, മീശ വളരുന്നു, അല്ലെ? ഹൈറ്റ് വെക്കുന്നു. പെട്ടെന്ന് ഒട്ടും ഹൈറ്റ് ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് കുറച്ച് 2-3 മാസം പെട്ടെന്ന് ഹൈറ്റ് വെക്കുന്നു. മൊത്തത്തിൽ അവർക്ക് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്, അല്ലെ? ഇതൊക്കെ എന്താണ്? ഇത് ലൈഫ് ലോങ് പ്രോസസ് ആണ്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ബിഹേവിയറൽ ചേഞ്ചും ഉണ്ടാവും. എന്തോ ബിഹേവിയറൽ ചേഞ്ചും ഉണ്ടാവും. behavior changes ഉണ്ടായിരിക്കും. Okay. Also, the process each person develop an attitude and values that guide choice, relationships and understanding. അപ്പൊ പല കാലഘട്ടത്തിൽ നമ്മളിപ്പോ ഓരോ സ്റ്റേജസ് കഴിയുന്നതിനനുസരിച്ച് നമ്മൾക്ക് ആകെ മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് നമ്മുടെ ബിഹേവിയറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വ്യത്യാസം വരുന്നത്, അല്ലെ? നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. നമ്മൾ ഓരോ ഏജ് മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നിങ്ങളിപ്പോ 15 വയസ്സിൽ ചിന്തിച്ചവരാണോ നിങ്ങളിപ്പോ? 15 വയസ്സിൽ ചിന്തിച്ചിരുന്ന ചിന്താഗതിയാണോ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്? അല്ല. നിങ്ങളുടെ ചിന്ത മാറി, ഇമോഷൻസ് മാറി, അല്ലെ? പല കാര്യങ്ങളും നമുക്ക് ചോയ്സസ് ഉണ്ട്, നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്, റിലേഷൻഷിപ്സ് മനസ്സിലാക്കാൻ തുടങ്ങി, അല്ലെ? മറ്റ് നമ്മുടെ ബന്ധങ്ങൾ എന്തൊക്കെയാണ്, റിലേഷൻഷിപ്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ തുടങ്ങി. മൊത്തത്തിൽ നമ്മൾ പല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ബിഹേവിയറൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത്, അല്ലെ? അപ്പൊ ഇതിങ്ങനെ നിരന്തരമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ ഓരോ കാലഘട്ടം കഴിയും തോറും എന്താണ്, ഓരോ മനുഷ്യനും ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അവരുടെ എങ്ങനെയുള്ള ആസ്പെക്ട്സിലാണ് വികസനം സംഭവിക്കുന്നത്? ഓരോ സ്റ്റേജിനനുസരിച്ചിട്ടാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്സിലും വാല്യൂസിലും റിലേഷൻഷിപ്സിലും അണ്ടർസ്റ്റാൻഡിലൊക്കെ എന്താണ് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മനുഷ്യൻ ഓരോ ദിവസം തോറും എന്താണ് അവൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമൻ ഡെവലപ്മെന്റ് അഥവാ മനുഷ്യന്റെ വികാസം എന്ന് പറയുന്നത് ഒരു തുടർ പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണെന്ന് നമ്മൾ അതിനെ പറയപ്പെടുന്നത്. ഓക്കെ, യെസ്. ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? യെസ് മാം. ഇനി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇപ്പൊ ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ ഗ്രോത്തും ഡെവലപ്മെന്റും ഒന്നാണോ പിള്ളേരെ? ഗ്രോത്തും ഡെവലപ്മെന്റും ഒന്നാണോ? ഒന്നാണ്. അത് നമ്മുടെ തെറ്റായ ധാരണയാണ് കേട്ടോ. ഗ്രോത്ത് വേറെ, ഡെവലപ്മെന്റും വേറെ. പക്ഷെ നമ്മൾ കോമൺലി എല്ലാവരും യൂസ് ചെയ്യുമ്പോൾ രണ്ട് വാക്കുകളും കൂട്ടിച്ചേർന്ന് പറയും. നല്ല ഗ്രോത്ത് ഉണ്ട്, നല്ല ഡെവലപ്മെന്റ് എന്ന് പറയും, അല്ലെ? രണ്ട് പ്രക്രിയകളാണ്, രണ്ട് പ്രോസസ്സാണ്. ഓക്കെ, നമുക്ക് ഗ്രോത്ത് സംഭവിക്കുന്നത് നമ്മുടെ എവിടെയാണ്? നമ്മുടെ ശരീരത്തിലാണ് ഗ്രോത്ത് ഉണ്ടാവുന്നത്. ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളിലും ആറ്റിറ്റ്യൂഡിലാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രോത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റേജസിനെ കുറിച്ചിട്ടാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രോത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, the term growth portions to dimensional augmentation, cellular multiplication or quantitative changes in size, weight and number. Human growth is based on biological events which cause growth physically that naturally happen in the course during the early stages of life. Okay, നമുക്ക് ഒരു മനുഷ്യന് ഗ്രോത്ത് സംഭവിക്കുന്നത് അഥവാ വളർച്ച സംഭവിക്കുന്നത് എന്തിലൂടെയാണ് നമുക്ക് വളർച്ച ഉണ്ടാവുന്നത്? നമ്മുടെ ശരീരം എങ്ങനെയാണ് വളർന്നത്? എന്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ വളർച്ച സംഭവിച്ചത്? എന്തിന്റെ വിഭജനം മൂലമാണ്? എന്തിന്റെ വിഭജനമാണ്? സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ. അല്ലെ, കോശങ്ങളുടെ പെരുപ്പം മൂലം കോശങ്ങൾ വിഭജിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ശരീരം ഇങ്ങനെ ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വളർന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്.
ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഗ്രോത്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമ്മുടെ വളർച്ച നമ്മൾ മെഷർ ചെയ്യുന്നത്? നമ്മുടെ സൈസും ഹൈറ്റ് ഒക്കെ നമുക്ക് നോക്കാൻ പറ്റാറുണ്ടോ? നോക്കാൻ പറ്റുമോ? സൈസ്, വെയിറ്റ് ഇതൊക്കെ നോക്കുമോ? നമ്മള് നോക്കും. ഇത് മെഷർ ചെയ്യാൻ പറ്റും. നമുക്ക് എന്താണ് മെഷർ ചെയ്യാൻ പറ്റും. അതായത് കോശങ്ങളുടെ വിഭജനം മൂലമാണ് നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നത്? ഗ്രോത്ത് ഉണ്ടാവുന്നത്, വളർച്ച സംഭവിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾക്ക് എന്താണ്? കോശങ്ങളുടെ വിഭജനം മൂലം നമ്മുടെ ശരീരത്തിന് പല രീതിയിലുള്ള ചേഞ്ചസ് സംഭവിക്കുന്നു, പ്രത്യേകിച്ച് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നു, അല്ലെ? ഇപ്പൊ നമ്മള് ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വെയിറ്റ്, അല്ലെ, അവനൊരു 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എത്രത്തോളം മാറ്റം വരും? 5th സ്റ്റാൻഡേർഡിൽ എത്തുന്ന സമയത്ത് മാറ്റം സംഭവിക്കുമോ? ഹൈറ്റിലും വെയിറ്റിലും വ്യത്യാസം ഉണ്ടാവോ? ചെറിയ രീതിയില് ചെറിയ രീതിയിൽ വ്യത്യാസം സംഭവിക്കും, അല്ലെ? തീർച്ചയായിട്ടും സംഭവിക്കും. അവിടെ ഹെറിഡിറ്ററി എന്നൊരു ഫാക്ടർ ഉണ്ട്, അല്ലെ? പാരമ്പര്യം, നമ്മുടെ ജനറ്റികമായിട്ടുള്ള ഹൈറ്റ് ഒക്കെ വർദ്ധിക്കുന്നവരാണെങ്കിൽ മാത്രമായിരിക്കും എന്ത് ആ വ്യത്യാസം വരാം. എന്നിരുന്നാൽ പോലും സൈസിലെങ്കിലും വ്യത്യാസം വരാതിരിക്കില്ല, അല്ലെ? അവിടെ വെയിറ്റിൽ എന്താണ്? വെയിറ്റിലെങ്കിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്, അല്ലെ? കോശങ്ങൾ വിഭജിക്കുന്നത് മൂലം എന്താണ്? അവിടെ സൈസ് വെയിറ്റ് അവിടെ കൂടുന്നുണ്ട്. ഓക്കെ, യെസ്. നമ്മളിൽ എല്ലാവരിലും ഈ ഹ്യൂമൻ ഗ്രോത്ത് അല്ലെങ്കിൽ ഈ ഗ്രോത്ത് സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളിൽ നടക്കുന്ന ബയോളജിക്കൽ ആയിട്ടുള്ള ഈവന്റ്സ് ആണ്, അല്ലെ? ബയോളജിക്കൽ ഈവന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ബയോളജിക്കൽ ഈവന്റ്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു. എന്താണ് ബയോളജിക്കൽ ഈവന്റ്സ് എന്ന് പറയുന്നത്? അൾട്ടിമേറ്റ് കൂടാനായിട്ട് നമുക്ക് കാരണമായ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? എന്തെല്ലാം പ്രവർത്തനം മൂലമാണ് നമ്മൾ ഈ വെയിറ്റ് ഒക്കെ സംഭവിക്കുന്നത്? ഇപ്പൊ പറഞ്ഞ എന്താണ് നമ്മള് കോശങ്ങൾ വിഭജിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിന് ചേഞ്ച് ഉണ്ടാവുന്നത്, കുട്ടികളെ, നമ്മുടെ ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിക്കുന്നത് കോശങ്ങളുടെ വിഭജനം മൂലമാണ്, അല്ലെ? മാത്രമല്ല കോശങ്ങൾ വിഭജിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിന് പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും, അല്ലെ? ശാരീരികമായിട്ടുള്ള ചേഞ്ചസിന്റെ ഭാഗമാണ് നമ്മുടെ മെൻസ്ട്രേഷൻ, അല്ലെ? ബയോളജിക്കൽ ഈവന്റ് അല്ലാതെ മെൻസ്ട്രേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പീരീഡിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഒത്തിരിയാണ്. അതേപോലെ തന്നെ അഡോളസെന്റ് എന്ന പീരീഡിൽ എത്തുന്ന സമയത്ത് പുരുഷന്മാരിൽ ഉണ്ടാവുന്ന ആൺകുട്ടികളിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, ഓക്കെ, അവർക്ക് പെട്ടെന്ന് എന്താണ് ഗ്രോത്ത് സംഭവിക്കുന്നത്, അല്ലെ? അപ്പൊ ഒട്ടും ഹൈറ്റ് ഇല്ലാത്ത കുട്ടി പെട്ടെന്ന് ഒരു ദിവസമാണ്, അത് പെട്ടെന്ന് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ എന്താണ് അവന്റെ ഒരു പീരീഡ് ഓഫ് ചേഞ്ചസിന്റെ ഭാഗമായിട്ടാണ് സ്റ്റേജ് മാറുന്നതിനനുസരിച്ച് എന്താണ് ആ കുട്ടിക്ക് ഹൈറ്റും വെയിറ്റും അവിടെ സംഭവിക്കുകയാണ്. ഓക്കെ, ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കലി ആണ് ഉണ്ടാകുന്നത്, അല്ലെ? ഗ്രോത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും എന്തിലുണ്ടാവുന്നത്? വളർച്ചയിൽ ഉണ്ടാകുന്നത്, അല്ലെ? ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളാണ് നമുക്ക് എന്തിലുണ്ടാവുന്നത്? ഗ്രോത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, പറയണ മനസ്സിലാവുന്നോ? അപ്പൊ നമ്മുടെ ഓരോ സ്റ്റേജ് അനുസരിച്ച്, പക്ഷെ ഈ ഗ്രോത്ത് ഒരു പരിധി എത്തുമ്പോൾ നിൽക്കില്ലേ? നമ്മുടെ ഹൈറ്റും വെയിറ്റും ഒരു സമയം എത്തുമ്പോൾ സ്റ്റോപ്പ് ആവാറുണ്ടോ? മെച്യൂർഡ് ആവുന്ന സമയത്ത്, നമ്മുടെ മെച്യൂരിറ്റി പീരീഡിലേക്ക് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു പൂർണ്ണ വളർച്ച എത്തുന്ന സമയത്ത് അതവിടെ സ്റ്റോപ്പ് ആവും, അല്ലെ? പക്ഷെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്? നമുക്ക് 15 വയസ്സിൽ എല്ലാ വളർച്ചയും 20 വയസ്സിൽ എല്ലാ വളർച്ചയും കഴിയുന്നതുകൊണ്ട് നമ്മുടെ ഡെവലപ്മെന്റ് സ്റ്റോപ്പ് ആവുകയാണ്? ഇല്ല. അത് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? അത് ലൈഫ് ലോങ് പ്രോസസ് ആണ്, അല്ലെ? അതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെ? പക്ഷെ ഗ്രോത്ത് ഒരു സമയം എത്തുമ്പോ എന്താണ് സ്റ്റോപ്പ് ആകും. ഓക്കെ, ഇപ്പൊ നമ്മളിൽ പലരുടെയും ഗ്രോത്ത് സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും, അല്ലെ? നമ്മൾ ഇനി വളരോ നമ്മള് വളർച്ച മുരടിച്ചുകൊണ്ടിരിക്കുന്നവരായി തുടങ്ങി, അല്ലെ? പ്രായമായി തുടങ്ങി. നമുക്ക് എല്ലാരും 30+ ആണോ നിങ്ങള്? 30+ അല്ല. 25-ന് മേലെ ഉള്ളവരുണ്ടോ? 25-ലും 25-ന് താഴെ ഉള്ളവരുണ്ടോ? ഒരു 28 വയസ്സിന് 30 ഉണ്ടോ? 30, 32, 33. 30 വയസ്സായത് പെട്ടെന്നാണ് 30 വയസ്സായത്. 40+ ഉണ്ട്. ഓക്കെ. 50+ ആരെങ്കിലും ഉണ്ടോ? 50+ ആരെങ്കിലും ഉണ്ടോ? 50+.
50 മേലെയോ 50 താഴെയോ? ഏജ് ഇസ് നോട്ട് എ നമ്പർ എന്നാണ് കേട്ടോ. ഏജ് ഇവിടെ വയസ്സ് ചോദിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. നിങ്ങളാണ് ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ളവർ. ഈ വയസ്സ് കൂടുതലുള്ളവരാണ് ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാര് അല്ലെ. ബാക്കിയുള്ളവർ അതിന് പറയാൻ വരുന്നുള്ളൂ. സ്നേഹ മൈക്ക് ഓഫ് ചെയ്തേ. സ്നേഹ 36. ഓക്കെ. ഹിമ 44. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 20കളും 30കളും 40കളാണ് നമ്മളുടെ മുമ്പിലുള്ള ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറയുന്നത് അല്ലെ. 48 ഉണ്ട് കേട്ടാ. 48 ഉണ്ടോ? ഓക്കെ, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അല്ലെ. അതെ. ഇത്രയും നാളത്തെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എങ്ങനെ പോയിരുന്നു? ഷീജ എന്നാണ് പേര്. അതെ അതെ അതെ, എങ്ങനെയുണ്ടായിരുന്നു ഗ്രോത്തും ഡെവലപ്മെന്റ്? ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഉണ്ട്. ഗ്രോത്ത് നിന്നു അല്ലെ. ഗ്രോത്ത് സ്റ്റോപ്പ് ആയോ? പക്ഷെ ഗ്രോത്ത് നമുക്ക് ഒരു കാര്യത്തിൽ മെഷർ ചെയ്യാൻ പറ്റും. എത്ര വളർന്നാലും അല്ലെങ്കിൽ എത്ര ഏജ് ആയാലും നമുക്ക് ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എന്താണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ വളർച്ചയുടെ എന്ത് മാത്രം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ഒരു സമയം വരെ? വെയിറ്റ്. യെസ്, വെയിറ്റ് നമുക്ക് അധികം വ്യത്യാസങ്ങൾ വരാറില്ല അല്ല. അത് ഇടയ്ക്കെങ്കിലും നമുക്കൊന്ന് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ആസ്പെക്ട്സ് ആയിട്ട് മാത്രം നിലനിൽക്കും. പക്ഷെ ബാക്കിയൊന്നും തന്നെ നമുക്ക് എന്താണ് ഹൈറ്റും കൂടോ പിന്നീട്? ഹൈറ്റും ഇല്ല. സൈസിൽ മാത്രമേ വ്യത്യാസം. ഓക്കെ, യെസ്. അപ്പൊ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ വലിപ്പം, ഭാരം, ഉയരം, കോശങ്ങളുടെ എണ്ണം തുടങ്ങിയവയിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ക്ലിയർ? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് അവിടെ സൂചിപ്പിക്കുന്നത്. Development levels is product of psychological and social growth stressed by environmental and individual behavior factors, sometimes more easily referred to as maturity. While both of these natural processes are greatly different, both growth and development are closely related steps in producing healthy adults. In the paragraph ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കിയേ. തേർഡ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കാം. വികസനത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഡെവലപ്മെന്റ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശാരീരികവും മാനസികവും സാമൂഹ്യമായിട്ടുള്ള പെരുമാറ്റത്തിലുള്ള കഴിവുകൾ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യം അല്ലെ. നമ്മുടെ പ്രവർത്തനങ്ങളുമായി നമ്മുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ടാണ് എന്ത് എടുക്കുന്നത്? ഡെവലപ്മെന്റ് കിടക്കുന്നത് അല്ലെ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ശാരീരികം, മാനസികം, അതേപോലെ തന്നെ സാമൂഹ്യമായിട്ടുള്ള പെരുമാറ്റപരമായ കഴിവുകളിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ്. നമുക്ക് ഓരോ ദിവസവും എന്താണ്? നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരുന്നുണ്ട്, നമ്മുടെ ഐഡിയാസ് വ്യത്യാസം വരുന്നുണ്ട്, നമ്മുടെ ബിലീഫ്സുകൾ അല്ലെ, നമ്മൾ സംസാരിക്കുന്നതിലൊക്കെ നമ്മുടെ എല്ലാത്തരം പ്രവർത്തനങ്ങളിലാണ് എന്ത് വരുന്നത്? ഡെവലപ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രവർത്തിക്കുന്നത് പോലെയാണോ നമ്മൾ നാളത്തെ ദിവസം? മൺഡേ പോലെ ആയിരിക്കും നമുക്ക് ട്യൂസ്ഡേ നമ്മൾ വേറൊരു വ്യക്തിയാണ് അല്ലെ. നമുക്ക് ഓരോ പ്രാവശ്യം, ഓരോ ദിവസം, ഓരോ മിനിറ്റില് നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ സ്വഭാവം ഒരേപോലെയാണെന്ന് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. നമ്മൾക്ക് എപ്പോഴും എന്താണ്? മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ബിഹേവിയറലായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസം. നിങ്ങളെ തന്നെ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരാഴ്ചത്തെ നിങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരാഴ്ചത്തെ മൺഡേ ടു ഫ്രൈഡേ വരെയുള്ള നിങ്ങൾ, മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് ഒരേ സ്വഭാവം, ഒരേ പ്രവർത്തനങ്ങളാണോ? അല്ല. അല്ല. നിങ്ങൾക്ക് തന്നെ ഓർമ്മയില്ല എന്താണ് കാണിച്ചത്? നിങ്ങൾക്ക് പോലും ഓർമ്മയില്ല അല്ലെ. ഇന്നലെ എങ്ങനെയായിരുന്നു? ഈ സമയത്ത് നിങ്ങൾ ഇന്നലെ എങ്ങനെയായിരുന്നു? ഓർമ്മയുണ്ടോ? വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് ചെയ്തത്. ഇപ്പൊ നിങ്ങൾ എന്തിനെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് നിങ്ങൾ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ നിങ്ങൾ മറ്റെന്തോ കാര്യങ്ങളായിരിക്കും അല്ലെ.
അങ്ങനെ നമ്മളിൽ എന്ത് സംഭവിക്കുന്നുണ്ട് കുട്ടികളെ? നമ്മളിൽ ഡെവലപ്മെന്റ്സ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക അല്ലെ? പ്രത്യേകിച്ച് നമ്മുടെ അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾക്ക് പല പല അനുഭവങ്ങൾ കിട്ടുമ്പോഴാണ് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള എക്സ്പീരിയൻസിലൂടെ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന പല ചേഞ്ചസിലൂടെ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. അതെല്ലാം നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ബിഹേവിയറിനെ അത് സ്വാധീനിക്കുന്നുണ്ട്. സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ, എൻവയോൺമെന്റിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ എന്താണ്? നമ്മുടെ പെരുമാറ്റത്തിന് അത് സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? വളർച്ചയ്ക്കൊപ്പം നമ്മുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വളർച്ച, വികസനം എന്ന് പറയുന്നത് അല്ലെ? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് ടേംസും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരഘടന, നമ്മുടെ ബോഡി സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണെന്ത്? ഗ്രോത്ത് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? വളർച്ചയ്ക്കൊപ്പം നമ്മുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇത് രണ്ടും രണ്ട് പ്രക്രിയകളാണ്. പക്ഷെ ഇത് രണ്ടും ഇല്ലാതെ ഒരു മനുഷ്യന് ഒരു ജീവിതം ഉണ്ടോ? ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? ഗ്രോത്തും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത പ്രോസസ്സുകളാണ്. പക്ഷെ ഒരു ഹെൽത്തി അഡൾട്ടിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്? ഗ്രോത്തും ഡെവലപ്മെന്റും ആവശ്യമാണ്. അപ്പൊ രണ്ടും പരസ്പരം ഇന്റർറിലേറ്റ് ചെയ്തിരിക്കുന്നത്. എൻറ്റയർലി ഡിഫറെന്റ് ആണെന്ന് തോന്നുമെങ്കിൽ എന്താണ്? ഗ്രോത്തും ഡെവലപ്മെന്റും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഈ രണ്ട് പ്രോസസ്സുകളും നമുക്ക് അനിവാര്യമാണ്. ഓക്കെ, ടീച്ചർ പറയണത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് മിസ്. കമ്പിടുന്നുണ്ട്. മാക്സിമം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ മാത്രം നമ്മൾ ക്ലാസ്സിൽ പോകും കേട്ടോ. ഓക്കെ, എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പറയണം, പിന്നെ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോഴേ ഇങ്ങനെ ഓരോ വാക്കുകളുടെ അർത്ഥം പറയാതെ പഠിപ്പിക്കുന്ന എന്താന്ന് മനസ്സിലായോ? ഇപ്പൊ ഓരോ സെന്റൻസും വായിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞ് പഠിച്ചാൽ നിങ്ങൾ അതേ ഫോളോ ചെയ്ത് തന്നെ പോകും അല്ലെ? നിങ്ങൾക്ക് പിന്നെ ഓരോ സെന്റൻസും വ്യക്തമായി പറയുന്ന അനുസരിച്ച് നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ ലാഗി അല്ലെ, ഡിലേ വരും. എത്രയാണ്? അതിനു വേണ്ടിയിട്ടാണ് വ്യക്തമായ ആ ഒരു സെന്റൻസസ് വായിച്ചതിന് ശേഷം, പാരഗ്രാഫ് വായിച്ചതിന് ശേഷം അതിനുള്ളിലുള്ള ഉള്ളടക്കമാണ് ഞാൻ ബ്രീഫ് ചെയ്ത് പറഞ്ഞു തരുന്നത്. ഇനി അതിലേതെങ്കിലും പോയിന്റ്സുകൾ അറിയാത്തതുണ്ടെങ്കിൽ ചോദിക്കാം, അറിയാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അതിന്റെ അർത്ഥം വ്യക്തമായിട്ട് പറഞ്ഞു തരും കേട്ടോ. ഓരോ വരിയുടെ അർത്ഥം പഠിക്കുന്നതല്ലേ നല്ലത്. അതിന്റെ മെയിൻ കണ്ടന്റ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നത്, അങ്ങനെ പഠിക്കാൻ ശീലിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പഠിച്ചു തുടങ്ങിയാൽ അതിന്റെ എല്ലാ സെന്റൻസിന്റെയും അർത്ഥം ഒന്നും പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഓക്കെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു ലേണിംഗ് സ്റ്റൈല് മാറ്റണം. ഇവിടെ നമ്മൾ ആദ്യം കൊടുക്കും അങ്ങനെയായിരുന്നു. കാരണം അവർക്ക് എല്ലാം ഇരുന്ന് എഴുതിയെടുക്കും. പഴയ സ്റ്റുഡൻസ്, ഇപ്പൊ എനിക്ക് 5-ലെ 6-ലെ കുട്ടികള്, അവർക്ക് ഓരോ വരികളുടെ അർത്ഥം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഒരുപാട് പിന്നെയുള്ള ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞ വൈജ്ഞാനികം, ബുദ്ധിപരമായ, ഞാൻ പറഞ്ഞു പോയല്ലോ ടീച്ചർ, അത് പറഞ്ഞു പോയായിരുന്നു പറഞ്ഞപ്പോ കേട്ടോ. മിസ്സേ, എന്തോ ഇവിടെ നെവർലെസ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് ഇല്ലേ, അതിന്റെ മീനിങ് എന്താ വരുന്നത്? ഡെവലപ്മെന്റ് 3-ാമത്തെ പാരഗ്രാഫില് 3-ാമത്തെ പാരഗ്രാഫ്. അപ്പൊ അങ്ങനെ അറിയാണ്ട് വരുന്ന സമയത്ത് സെന്റൻസ് ഒന്ന് കൂട്ടി വായിച്ചു നോക്കിയേ. ഡെവലപ്മെന്റ് നെവർലെസ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് ഫിസിയോളജിക്കൽ ആൻഡ് സോഷ്യൽ ഗ്രോത്ത്. ഡെവലപ്മെന്റും ഇതായിരിക്കും. സെന്റൻസ് പൂർണ്ണമായി വായിക്കുമ്പോൾ അതിനർത്ഥം കിട്ടും. എന്നാണോ മിസ്സേ? എന്തോ മാനസികമായിട്ടും ശാരീരികമായിട്ടും സോഷ്യൽ അങ്ങനെയാണോ? എന്താണ്? എങ്കിലും അല്ലെ, എങ്കിലും എന്നൊക്കെ പറയില്ല നമ്മള്. ഡെവലപ്മെന്റ് എങ്കിലും, അതായത് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഡെവലപ്മെന്റ്. എങ്കിലും എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ നെവർലെസ്. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നിരുന്നാലും എന്നൊക്കെ പറയില്ലേ നമ്മള്? ഡെവലപ്മെന്റ്, വികസനം എന്നിരുന്നാലും എന്ന് പറയാറില്ലേ? എങ്കിലും എന്നൊക്കെ പറയില്ലേ? അതാണ് നെവർലെസ് എന്ന് പറയുന്നത്. എങ്കിലും എന്നിരുന്നാലും എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അവിടെ ഉദ്ദേശിക്കുന്നത് ഡെവലപ്മെന്റിൽ നമ്മൾ എങ്ങനെയുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്? എങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഡെവലപ്മെന്റില്?
സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഗ്രോത്ത്. സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഗ്രോത്ത് ആണ് അല്ലെ. നമുക്ക് ശാരീരികവും മാനസികമായിട്ടുള്ള സൊസൈറ്റിയിൽ ആയിട്ടുള്ള പെരുമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങളാണ് അതിൽ വരുന്നത് അല്ലെ. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബിഹേവിയർ ഫാക്ടേഴ്സ് ആണ് അതിൽ വരുന്നത്. പക്ഷെ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഗ്രോത്ത് ഓൺലി നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വളർച്ചയിൽ മാത്രമായിട്ട് ഒതുങ്ങി കിടക്കുന്നതാണ് എന്ത് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് ഇങ്ങനെ നമുക്ക് എല്ലാ ആസ്പെക്ട്സിലും വ്യത്യാസം ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്ന ചിന്തകള്, നമ്മുടെ ഐഡിയാസ്, ബിലീഫ്സ്, നമ്മുടെ ഓരോരോ ഫങ്ഷൻസ്, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡെവലപ്മെന്റ്സ് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് കൂടുതൽ കുറച്ചുകൂടി വ്യക്തമാവണമെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ഡെഫിനീഷൻസ് രണ്ട് വ്യക്തികൾ ഇവിടെ കോയിൻ ചെയ്തിട്ടുണ്ട്. ആ രണ്ട് ഡെഫിനേഷൻസ് പഠിക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും കേട്ടോ. ആ ഡെഫിനേഷൻ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ക്രോ ആൻഡ് ക്രോ. അത് അദ്ദേഹത്തിന്റെ പേരാണ് കേട്ടോ. ക്രോ ആൻഡ് ക്രോ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരാണ്. അത് സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേരാണ് ക്രോ ആൻഡ് ക്രോ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് ഉള്ളവര് ആ ഡെഫിനേഷൻ അണ്ടർലൈൻ ചെയ്യാം. ക്രോ ആൻഡ് ക്രോ അദ്ദേഹം ഗ്രോത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഗ്രോത്തിനെ അദ്ദേഹം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ക്രോ ആൻഡ് ക്രോ റിമാർക്സ് that growth refers to the structural and physiological changes while development refers to growth as well as change in behavior. അദ്ദേഹം ഗ്രോത്തിനെയും ഡെവലപ്മെന്റ്സിനെയും കുറിച്ചിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്രോ ആൻഡ് ക്രോ എന്ന് പറയുന്നത് പേരാണ് കേട്ടോ. ഇനി അറിയാത്തവർക്ക് ശ്രദ്ധിക്കാം. ക്രോ ആൻഡ് ക്രോ എന്ന് പറയുന്നത് പേരാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം ഗ്രോത്തിനെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗ്രോത്ത് റെഫേഴ്സ് ടു സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്. വളർച്ച എന്ന് പറയുന്നത് എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്? സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്. എന്താ വളരെ സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്? സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ മാനസികമായ ശാരീരികമായിട്ടാണോ? ഘടനാപരമായ ചേഞ്ചസ്. നമ്മുടെ ശരീരത്തിന്റെ ഘടനയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആണോ? അടിസ്ഥാനപരമായ സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഘടനയെ ആശ്രയിച്ചുള്ള മാറ്റം, ഘടനാപരവുമായ ചേഞ്ചസ്, ഭൗതികമായ മാറ്റം. വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ ഘടനാപരവും ഫിസിയോളജിക്കലായിട്ട് ശാരീരികമായിട്ടുള്ള ചേഞ്ചസിനെയാണ് എന്ന് പറയുന്നത് ഗ്രോത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന, നമ്മുടെ ശരീരഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ശാരീരികമായിട്ടുള്ള ചേഞ്ചസിനെയാണ് ഗ്രോത്ത് എന്നാണ് ആര് പറയുന്നത്? ക്രോ ആൻഡ് ക്രോ വ്യക്തമാക്കുന്നത്. ഇനി അദ്ദേഹം പറയുന്നു വൈൽ ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ഗ്രോത്ത് ആസ് വെൽ ആസ് ചേഞ്ച് ഇൻ ബിഹേവിയർ. എന്താണ് ഡെവലപ്മെന്റ്? എന്താണെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്? എന്തിലുണ്ടാകുന്ന സ്വഭാവത്തിന് വരുന്ന വളർച്ചയ്ക്കൊപ്പം നമ്മുടെ ബിഹേവിയർ. അടിപൊളി ഉണ്ടായിരുന്നേ എല്ലാവരും. ബിഹേവിയറിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെയാണ് എന്ത് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരഘടനയിലും ശാരീരികമായിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് എന്ത് ഗ്രോത്ത് എന്ന് പറയുന്നത്. രണ്ടും രണ്ടാണ് അല്ലെ. ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ച്, നമ്മുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഡെവലപ്മെന്റ്. മനസ്സിൽ ഉറപ്പിക്കുക കേട്ടോ. പെരുമാറ്റത്തിൽ ബിഹേവിയറിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രക്ചറൽ ആയിട്ടും ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ്, നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസിനെയാണ് എന്ത് പറയുന്നത്? ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇപ്പോഴേ പഠിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. മനസ്സിലായി നിങ്ങൾക്ക് ഗ്രോത്തും ഡെവലപ്മെന്റും എന്താണെന്ന്? മനസ്സിലായി എല്ലാവർക്കും? ഒന്നുകൂടി പറയാം. ക്രോ ആൻഡ് ക്രോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഗ്രോത്ത് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ്. അതായത് ഒരു മനുഷ്യന്റെ ശരീരഘടനയിലും ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണിത് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അഥവാ വികസനം എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ഡെവലപ്മെന്റ് അഥവാ വികസനം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഒരു ഡെഫിനേഷൻ പഠിച്ചതിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതെല്ലാവരും പഠിക്കണം. ഈ ക്രോ ആൻഡ് ക്രോയുടെ ഡെഫിനേഷൻ ആണ് നമ്മൾ എക്സാമിൽ കൂടുതലും ചോദിക്കാറ് കേട്ടോ. അപ്പൊ ഒന്നില്ലെങ്കിൽ ആ ഡെഫിനേഷൻ ആയിരിക്കും തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും ഡെഫിനേഷൻ തന്നിട്ട് ഇത് ആരാണ് കോയിൻ ചെയ്തതെന്ന് ചോദിക്കാൻ, ഇത് ആരുടെ ഡെഫിനേഷൻ ആണെന്നുള്ള ചോദ്യമായിരിക്കും വരുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും.
അപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിലൊരു ഓപ്ഷൻ ക്രോ എന്നായിരിക്കും കറക്റ്റ് ആൻസർ. ബാക്കി മറ്റേതെങ്കിലും സൈക്കോളജിസ്റ്റുകളുടെ പേരുകളായിരിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് ചോദ്യം വായിക്കാം. അപ്പൊ ചോദിക്കും ഹു ഡിഫൈൻ ഗ്രോത്ത് റെഫേഴ്സ് ടു സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ച്. ഇത് ആരാണ് ഡിഫൈൻ ചെയ്തത്? ആരാണ്? കേട്ടോ, അങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്തൊരു വ്യക്തിയുടെ കൂടി ഒരു ഡെഫിനിഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഹാർട്ട്ലോക്ക്. കേട്ടോ, അദ്ദേഹത്തിന്റെ പേരാണ് ഹാർട്ട്ലോക്ക്. അദ്ദേഹം ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വികസനത്തെ കുറിച്ചാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഹാർട്ട്ലോക്ക്. കേട്ടോ, the term development refers to a progressive series of changes that happen in an orderly, predictable pattern as a result of maturation and experience. ശ്രദ്ധിക്കാം. The term development refers to a progressive series of changes that happen in an orderly, predictable pattern as a result of maturation and experience. എന്താണ് ഹാർട്ട്ലോക്ക് ഡെവലപ്മെന്റിനെ കുറിച്ച് വിവരിക്കുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രഡിക്റ്റബിൾ പാറ്റേണിൽ അല്ലെങ്കിൽ ഓർഡറിലാണോ നമുക്ക് വികസനം സംഭവിക്കുന്നത്? ഒരു ഓർഡറിലാണോ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്? അല്ല. ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജിലെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ആണോ? അതെ അതെ അതെ. ഓരോ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മളിൽ സംഭവിക്കുന്നുണ്ട് അല്ലെ? അതൊരു പാറ്റേൺ, ഒരു സീരീസ് ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. നോക്കിയ പിള്ളേരെ നമ്മൾ ചൈൽഡ്ഹുഡിൽ നിന്നാണ് ബേബിഹുഡിൽ നിന്നാണ് ചൈൽഡ്ഹുഡിലേക്ക് പോയത് ആണോ? ഓക്കെ, ചൈൽഡ്ഹുഡിൽ നിന്നാണ് അഡോളസൻസിലേക്ക് പോയത് ആണോ? അഡോളസൻസിൽ നിന്നാണ് അഡൽഹുഡിലേക്ക് പോയത് അല്ലെ? ഇതൊരു പാറ്റേൺ അല്ലേ? ആണോ? ചിന്തിക്കും. അപ്പൊ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ ആ കാര്യം അവിടെ വിട്ടിട്ട് പോയത് ആദ്യമുള്ള കാര്യവുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കണം കേട്ടോ. യെസ്, ഓക്കെ. ഒരു പ്രത്യേകമായ കാര്യം പറയാം. നമ്മള് ഈ ഇവിടെ തുടങ്ങി അങ്ങോട്ട് പഠിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങളുടെ ലൈഫ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. നിങ്ങളുടെ റിയൽ ലൈഫിലുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിനെ കുറിച്ചിട്ട് മാത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാരണം സൈക്കോളജി എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? നമ്മളെ തന്നെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അല്ലെ? നമ്മുടെ സ്വഭാവത്തെ കുറിച്ചുള്ള സയൻസ് ഓഫ് നമ്മുടെ ആത്മാവിന്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മുടെ ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ചുള്ള എല്ലാം മനുഷ്യന്റെ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഉണ്ടാവുന്ന സ്വഭാവം നിങ്ങളുടെ ഇനി കോഴ്സ് കഴിയുമ്പോഴുള്ള സ്വഭാവം തമ്മിൽ ഒരുപാട് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ആര് തീരുമാനിച്ചാല്? നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രം നിങ്ങളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും തരത്തില് വ്യത്യാസം വരാം. അല്ലെങ്കിൽ ഒരേ പാറ്റേണിൽ പോകണമെന്ന് വിചാരിച്ചാൽ എന്താണ് മാറാൻ പോകുന്നില്ല. നമ്മളുടെ സ്വഭാവം തീരുമാനിക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മളല്ല. നമ്മുടെ സ്വഭാവം തീരുമാനിക്കുന്നത് ആരാണ്? ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഇതേ ചോദ്യം വേറൊരു ക്ലാസ്സിൽ ചോദിച്ചു പറയണെങ്കിൽ നമ്മുടെ സ്വഭാവം തീരുമാനിക്കുന്നത് നാട്ടുകാരാണ്, നമ്മുടെ നൈബേഴ്സ് ആണെന്നാണ് ആ കുട്ടി പറഞ്ഞത്. ശരിയാണ് അല്ലെ? നമ്മൾ പോലും അറിയാത്ത സ്വഭാവമാണ് അവർ പറയുന്നത്. നമുക്ക് ഈ സ്വഭാവമാണ് അവരിങ്ങനെ കണ്ടുപിടിച്ചു. അതൊക്കെ ഓരോ പ്രൊഡിക്ഷൻ ആണ്, അവരുടെ തോന്നലുകളാണ്. അത് നമ്മൾ മൈൻഡേ ചെയ്യാൻ വേണ്ട. ഓക്കെ, യെസ്. നമ്മുടെ സ്വഭാവം നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മൈൻഡാണ് അല്ലെ? നമ്മുടെ മനസ്സാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളെ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സ് എവിടെയായിരിക്കുന്നത്? എവിടെയാണ്? എവിടെയാണ് മനസ്സ്? കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ മനസ്സിന്റെ നിങ്ങൾ പറയാറില്ല എന്റെ മനസ്സ് വേദനിക്കും, എന്റെ മനസ്സിൽ നമ്മുടെ ചിന്തയല്ലേ നമ്മുടെ മനസ്സ്. ചിന്തകളും പ്രവർത്തികളാണ് നമ്മുടെ മനസ്സ്. പറയാറുണ്ട് എന്റെ മനസ്സിൽ തൊട്ട് ഞാൻ സത്യം. എവിടെയാണ് നിങ്ങൾ മനസ്സിൽ തൊട്ടത്? എവിടെയാണ് നിങ്ങൾ മനസ്സിൽ തൊട്ടത്? എവിടെയാണ് ഈ ഒരു വസ്തുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നേരിട്ട്? ഒരിക്കലും കണ്ടിട്ടില്ല അല്ലെ? ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷെ കാണുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബിഹേവിയറിലൂടെയാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ കാണുന്നത് അല്ലെ? നമ്മുടെ ശരീരത്തിലൂടെയാണ് നമ്മുടെ മനസ്സിനെ കാണുന്നത്, നമ്മുടെ പ്രവർത്തികളിലൂടെയാണ് നമ്മുടെ മനസ്സിനെ കാണുന്നത്, നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ മനസ്സ്. അപ്പൊ ഇത് എവിടെ ഇരിക്കുന്നത്? തിലകൻ പറഞ്ഞ പോലെ കിഡ്നി വേണം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് എവിടെയാണ്? ഹൃദയം എവിടെയാണ്? ഹൃദയം ഇവിടെ തന്നെയാണ് കേട്ടോ. ഹൃദയം കറക്റ്റ് അതിന്റെ സ്പേസിൽ തന്നെയാണ്. പക്ഷെ നമ്മുടെ മനസ്സ് എവിടെയാണ്? നമ്മുടെ ചിന്ത, അതായത് ചിലവര് വഴക്കിടുമ്പോ പറയണേ എനിക്ക് മതിയായി, ഈശ്വര എനിക്ക് മതിയായി എന്ന് പറയില്ലേ? മനസ്സ് ഇവിടെയാണ്. ഇവിടെ തുറന്നേനെ കേട്ടോ.
ദേഷ്യം കയറുമ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോഴത്തെ തലക്കടിക്കും. ഇവിടെ ഒന്നും ചെയ്യരുത് കേട്ടോ, പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ നമ്മളുടെ എല്ലാത്തിനും കാരണക്കാരൻ മനസ്സാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും, നല്ലതിനാണെങ്കിലും ചീത്തയാണെങ്കിലും മറ്റെന്താണെങ്കിലും അതൊക്കെ തീരുമാനിക്കുന്നത് മനസ്സെന്നൊരു വ്യക്തിയാണ് അല്ലെ. അതിലൊരു ചെറിയൊരു ഉദാഹരണം ടീച്ചർ പറയാം. ഇപ്പൊ നിങ്ങൾക്ക് വെളുപ്പിന് 3 മണിക്കോ 2 മണിക്കോ രാത്രി ഒറ്റയ്ക്ക് എണീക്കാൻ പേടിയുണ്ടോ? പേടിയുണ്ടോ? ഒരു സിറ്റുവേഷൻ ടീച്ചർ പറയാൻ ശ്രദ്ധിക്കാം എല്ലാവരും. നിങ്ങളൊരു രാത്രി 2 മണിയായപ്പോ എഴുന്നേറ്റ് നിങ്ങളുടെ ഹാളിൽ വരണം. ഹാളിൽ വരുമ്പോൾ ഹാളിന്റെ അവിടെ ഒരു ടേബിൾ ഉണ്ട്. ഹാളിന് ഇപ്പുറത്താണ്, ടേബിളിന് തൊട്ടിപ്പുറത്തായിട്ട് ഒരു വിൻഡോ ഓപ്പൺ ചെയ്തെടുക്കണം. നിങ്ങൾ വെള്ളം കുടിച്ച് വെള്ളം അവിടെ വെച്ചു. അവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ട് അവിടെ വെച്ചേക്കാം. പെട്ടെന്ന് നിങ്ങൾ പുറത്തേക്കൊന്ന് നോക്കിയോ? പുറത്തോട്ടൊന്ന് നോക്കി. രാത്രി ഒരു 2 മണി ആയിട്ടുണ്ട്. നിങ്ങൾ വെള്ളം കുടിച്ച് ഇരുട്ടാണ്, ലൈറ്റ് ഒന്നും ഇട്ടിട്ടുള്ളത്. ലൈറ്റ് ഇടരുത് കേട്ടോ, ലൈറ്റ് ഇട്ടിട്ടില്ല. ചെറിയൊരു വെട്ടം റൂമിൽ അവിടെ ഉണ്ട്. ആ വെട്ടത്തിന്റെ വെളിച്ചത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്തത്? വെള്ളം കുടിച്ചത്. നിങ്ങൾ എന്ത് ചെയ്യും? ജനലിൽ കൂടി നോക്കും. വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് ജനലിന് പുറത്തേക്ക് നിങ്ങൾ എന്തായാലും നോക്കൂലേ? നോക്കും. സ്വാഭാവികമായിട്ട് നോക്കും. നോക്കി. അവിടെ നോക്കിയപ്പോ എന്താണ്? അവിടെ എന്തോ അനങ്ങുന്നത് കണ്ടു അല്ലെ? നിങ്ങൾ അവിടെ എന്തോ അനങ്ങുന്നത് കണ്ടു, എന്നൊരു മാറ്റം അല്ലെ? അനങ്ങുന്നുണ്ടാവും. അപ്പൊ തന്നെ നിങ്ങൾ എന്ത് വിചാരിച്ചു? കള്ളനാണെന്ന് തീരുമാനിച്ച് മൂടിപ്പോയി. അവിടെ എത്തിയിട്ടുണ്ടാവും. തീരുമാനം മൂടിലേക്ക് ഓടി എത്തണം. അപ്പൊ തന്നെ സെക്കൻഡിലുള്ളത് കണ്ടിട്ടുണ്ടാവും അല്ലെ? ചിലർ ഒന്നുകൂടി നോക്കും അല്ലെ? ഒന്നുകൂടി ഇച്ചിരി ധൈര്യമുള്ളവരാണ് ഇച്ചിരി ഒന്നുകൂടി നോക്കിയിട്ട് അപ്പൊ തന്നെ പേടിച്ച് എന്താണ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അവിടെ പ്രേതമുണ്ട്, അവിടെ കള്ളനുണ്ടെന്ന് നമുക്ക് സ്ഥിരീകരിച്ചു അല്ലെ? ആരാണ് സ്ഥിരീകരിച്ചത്? നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറഞ്ഞു കള്ളനാണ്, പ്രേതമാണ് പറഞ്ഞ് നിങ്ങൾ അതിനെ വിശ്വസിച്ചു അല്ലെ? അതല്ലേ സത്യം? സത്യത്തിൽ അവിടെ വല്ലതുണ്ടായിരുന്നോ? സത്യത്തില് പെൺപിള്ളേരെ ഈ പ്രേതം സത്യത്തിൽ അവിടെ ഒന്നും ഉണ്ടായിരുന്നു. അവിടെ ഒരു വാഴ ഉണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയൊരു ഇളം കാറ്റ് വീശിയപ്പോ വാഴ വന്ന് അനങ്ങിയതാണ് കേട്ടോ. അത്ര അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു സെക്കൻഡ് കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സിനെ നശിപ്പിക്കുക, നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കുകയായിരുന്നു. പേടിച്ച് അല്ലെ? പേടിച്ച്. അത്ര പേടിയുള്ള ആൾക്കാരെ. രാത്രി ലൈറ്റ് തുടങ്ങുന്ന എത്ര പേരുണ്ട്? ലൈറ്റ് തുടങ്ങാറുണ്ടോ? ഇല്ല. എത്ര പേർക്ക് ധൈര്യമുണ്ട് ഇപ്പൊ ഒന്ന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കാൻ? തിരിഞ്ഞോക്കേ. ഇപ്പൊ ധൈര്യമുണ്ട് അല്ലേ? ഇപ്പൊ ധൈര്യമുണ്ട്. രാത്രി ഒന്ന് ഇതുപോലെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാറുണ്ടോ നിങ്ങൾക്ക്? പേടിയില്ല. എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾ ഈ പ്രേതം, ഭൂതം എന്നൊക്കെ പറഞ്ഞ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുവരെ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ആരെയും കണ്ടിട്ടില്ല. കഥകളിലൂടെ ആ പേടി മനസ്സ് കേറി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചിന്ത വരും. കഥകളിലൂടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ജീവിച്ചിരിക്കുന്നവരാണ് ആരെ കുറിച്ച് പറയുന്നത്? പ്രേതങ്ങളെ കുറിച്ചും അല്ലാത്ത കാര്യങ്ങളെ കുറിച്ചും പറയുന്നത്. ജീവിച്ചിരിക്കുന്ന മനുഷ്യരല്ലേ ഇല്ലാത്തവരെ കുറിച്ച് പറയുന്നത്? അതെ, സത്യമല്ലേ? ആലോചിച്ച് നോക്കിയ മരിച്ചവരാരെങ്കിലും വന്ന് നമ്മളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഒരു പോസിറ്റീവ് സ്പിരിറ്റ് എന്ന സാന്നിധ്യം നമ്മളിൽ എവിടെയോ ഉണ്ട് അല്ലെ? പോസിറ്റീവ് ആയിട്ടൊരു എനർജി നമുക്ക് ചുറ്റുമുണ്ട്. അതിനെയാണ് നമ്മൾ ഗോഡ് എന്ന് വിശ്വസിക്കുന്നത്. നമ്മളുടെ ഒരു അർത്ഥത്തിൽ നമ്മളത് ഗോഡ്, ദൈവമായിട്ട് വിശ്വസിക്കുകയാണ് അല്ലെ? പക്ഷെ എല്ലാവരും ആലോചിക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നമ്മുടെ കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്? ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് അല്ലെ? ഒരു കോയിന് 2 വശങ്ങളുള്ളത് പോലെ തന്നെ എല്ലാത്തിനും 2 എണ്ണം ഉണ്ട് അല്ലെ? പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ് പക്ഷെ എന്താണ്? നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല അല്ലെ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആരും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പണ്ട് പല കഥകളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ? സന്ധ്യ കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല പറഞ്ഞ് നമ്മുടെ മനസ്സ് അത് വിശ്വസിച്ചു കഴിഞ്ഞു അല്ലെ? ഞാനിത് മനസ്സിലാക്കിയത് ഞാൻ സൈക്കോളജി പഠിച്ചു തുടങ്ങിയപ്പോഴാണ് പിള്ളേരെ ഇതിലൊന്നും പ്രത്യേകമായ കാര്യങ്ങളൊന്നും ഇല്ലാതെ മനസ്സിലായത് കേട്ടോ. അപ്പൊ അതാണ് എന്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, നെഗറ്റീവ് ആയിട്ടുള്ള എനർജി, പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നമ്മുടെ ചുറ്റിലുണ്ട്. പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല. ഓക്കെ, കാണാൻ പറ്റില്ല. അപ്പൊ എന്താ വിചാരിക്കുന്നത്? നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോ നമ്മൾ ആലോചിക്കുന്നത് എന്തോ നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നെഗറ്റീവ്. പോസിറ്റീവ് ആകുമ്പോൾ പെട്ടെന്ന് സന്തോഷങ്ങളായിരിക്കും അല്ലെ? അപ്പൊ ഇത് രണ്ടും നമ്മുടെ ലൈഫ് അങ്ങനെയാണ്, ജീവിതം അങ്ങനെയാണ്. സന്തോഷവും സങ്കടവും മിക്സ് ചെയ്തൊരു കാര്യമാണ് അല്ലെ?
എപ്പോഴും സങ്കടം ഉണ്ടാവില്ല, എപ്പോഴും സന്തോഷം ഉണ്ടാവില്ല. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്തായാലും പുറകെ വരും അല്ലെ? ഉറപ്പല്ലേ? ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചൊന്ന് ആലോചിച്ചേ. ശരിയാണ്. അപ്പൊ നമ്മള് ഒരു ഗ്രോത്തിൽ നിന്നും ഡെവലപ്മെന്റിൽ നിന്നാണ് ഇവിടം വരെ എത്തിയത്. ഇതൊക്കെ ഞാൻ സൈക്കോളജി 6ാമത്തെ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കാനുള്ള കാര്യം ഉണ്ടോ ഇതൊക്കെ പറഞ്ഞേ. പക്ഷെ നിങ്ങൾ ആദ്യത്തെ അവസരത്തിൽ സിറ്റുവേഷൻ ബേസ് ആയിരിക്കുമല്ലോ നമ്മുടെ ക്ലാസ്. നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞേക്കാം, നമ്മുടെ ക്ലാസ് ചിലപ്പോൾ ആ ടോപ്പിക്കിൽ നിന്ന് ചിലപ്പോൾ വേറെ ടോപ്പിക്കിലോട്ടൊക്കെ പോയി ക്ലാസ് അങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് കണക്ട് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ പല പല കാര്യങ്ങളിലൊക്കെ സംസാരിച്ചിരിക്കും. അത് ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കരുത്. മോണ്ടിസോറി ക്ലാസ് റൂംസ് എങ്ങനെയായിരിക്കും മാക്സിമം നിങ്ങൾക്ക് ഫ്രീഡം ഉള്ള രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും പോകുന്നത് കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ പറയാം. ഓക്കെ, ഇന്ന് രാത്രി 2 മണിയാകുമ്പോ എനിക്ക് വെള്ളം വീണം കേട്ടോ എല്ലാവരും. വെള്ളം കുടിക്കാറുണ്ട്, ലൈറ്റ് ഇടാതെ പോയി വെള്ളം കുടിക്കാറുണ്ട്. ഭയങ്കര ധൈര്യമുള്ള ആളാണത് അല്ലെ? അത്രേ ഉള്ളൂ. ഇയാളെ പോലെ തന്നെ എല്ലാവരും ആയാൽ മതി. പിന്നെ നമ്മളൊരാളെ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അനാവശ്യമായിട്ടുള്ള ഒരുപാട് പേടികളുണ്ട്, അതിനെ നമ്മൾ ഇല്ലാണ്ടാക്കണം. പേടിയാണ് മനുഷ്യന് ഒരു പ്രാവശ്യം നമ്മൾ പേടിച്ചു പോയപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ? ഭയം, അമിതമായിട്ടുള്ള അല്ലെ ഇന്റൻസീവ് ആയിട്ടുള്ള ഫിയർ നമുക്ക് വന്നു കഴിഞ്ഞാല് നമ്മളെ തന്നെ അത് ഇല്ലാണ്ടായി വരും. ഇന്റൻസീവ് ആയിട്ട് ഫിയർ ഉണ്ടായ ഒരാളാണ് ഞാൻ കേട്ടോ. എനിക്ക് ഇരുട്ടിന് പേടിയായിരുന്നു. ഇരുട്ട് മീൻസ് നമ്മള് ഒരു തിയേറ്ററിൽ പോകാൻ പേടിയായിരുന്നു. അതായത് നമ്മൾ തിയേറ്ററിൽ ഓപ്പൺ ചെയ്ത് ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര ഇരുട്ടല്ലേ അതിനകത്ത്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ ഇരുട്ട് എനിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുട്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾക്ക് എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അതിനെ ഞാൻ തന്നെ ട്രെയിൻ ചെയ്ത് ഈ ഒരു സബ്ജക്റ്റ് ഒക്കെ എടുത്ത് പഠിച്ചപ്പോഴാണ് അതിൽ മാറ്റം വന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളോ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല മനുഷ്യന് കേട്ടോ. മനുഷ്യന് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മനസ്സ് വെക്കാത്തതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത്. അതെ, ഈ ഒരു കോഴ്സ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും കൂടി വർക്ക് ചെയ്താൽ മാത്രമേ അതിൽ മാറ്റം ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഹാർട്ട്ലോക്കിന്റെ ഡെഫിനേഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസിന്റെ അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ വളർച്ചയും അനുഭവവും ക്രമമായിട്ടുള്ള ഒരു പാറ്റേൺ സീരീസിലായിട്ടാണ് പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അതായത് മനുഷ്യൻ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യകാലം മുതൽ അല്ലെങ്കിൽ ഇപ്പോ പ്രത്യേകിച്ച് ഒരു യൗവനകാലം വരെ പല കാലഘട്ടങ്ങളിലൂടെ പല പാറ്റേൺസിലൂടെ കടന്നിട്ടാണ് അവർ പല ചേഞ്ചസ് സംഭവിച്ചിരിക്കുന്നത് അല്ലെ? ഓരോ ചേഞ്ച് വരുന്നതിനനുസരിച്ച് എന്താണ് ആൾക്ക് എന്ത് സംഭവിക്കുന്നു? ഡെവലപ്മെന്റൽ സ്റ്റേജ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് നമുക്ക് മെച്യൂറേഷൻ സംഭവിക്കും അല്ലെ? മെച്യൂർഡ് ആണെന്ന് പറഞ്ഞാൽ എന്താണ് മെച്യൂറേഷൻ? എന്താണ് മെച്യൂറേഷൻ? എന്താണ് ചേഞ്ച് ആണ് മാറ്റം. മെച്യൂറേഷൻ എന്തായിരിക്കും? നമ്മൾ ഓരോ പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് പക്വത കൂടുകയോ ഇല്ലയോ? കൂടും. അപ്പൊ പക്വത കൂടുതലിന്റെ പ്രധാന കാരണം എന്താണ്? നമുക്ക് എക്സ്പീരിയൻസിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് മെച്യൂറേഷനിലേക്ക് നമ്മൾ എത്തിച്ചത് അല്ലെ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലൂടെ അവൻ കടന്നു പോകുന്നുണ്ട്. ഓരോ ഘട്ടങ്ങളിലും അവന് പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത് അല്ലെ? നമ്മള് 10ാം ക്ലാസ് വരെ പഠിച്ച സമയത്ത് നമുക്ക് പല എക്സ്പീരിയൻസ് ആണ്. +1 +2 നമുക്ക് എന്താണ് എക്സ്പീരിയൻസ് മാറി അല്ലെ? നമ്മുടെ അനുഭവങ്ങൾ മാറി, നമ്മുടെ ചിന്തകൾ മാറി. ഡിഗ്രി ടൈം എത്തിയപ്പോൾ നമ്മൾ കുറച്ചും കൂടി വേറെ രീതി ചിന്തിച്ചു. പോസ്റ്റ് ഗ്രാജുവേഷൻ എത്തിയപ്പോൾ എന്താണ് കുറച്ചുകൂടി വേറെ രീതിയിൽ. പ്രൊഫഷണൽ കോഴ്സുകൾ തിരഞ്ഞെടുത്തപ്പോൾ എന്താണ് നമ്മുടെ ചിന്താഗതിയോടെ എന്താണ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മുടെ എക്സ്പീരിയൻസിന്റെ ബേസിസിലാണ് ഈ പാറ്റേൺസ് ഒക്കെ എന്ത് സംഭവിക്കുന്നത്? മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പൊ ഒരു മനുഷ്യന്റെ എക്സ്പീരിയൻസിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത് അദ്ദേഹം അർത്ഥമാക്കുന്നത്? ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. പ്രോഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ ഒരു പാറ്റേണിലൂടെയാണ് മനുഷ്യന് വികാസം സംഭവിക്കുന്നതെന്നാണ് ഹാർട്ട്ലോക്ക് അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അതൊന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. കുറച്ചുകൂടി പോയിന്റ്സ് അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ ഫ്രൈഡേ നമുക്ക് സെലിബ്രേഷൻ ആണ്. ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ക്ലാസ്സിൽ കയറാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Thank you, Miss. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. അതാരാണത് താങ്ക് യു മാം പറഞ്ഞത്? ആരാണോ അത്? ആരാണോ?
നിങ്ങൾ എല്ലാവരും കേട്ടില്ലൊരു താങ്ക് യു, ഡിഫറെന്റ് ആയ ഒരു താങ്ക് യു കേട്ടോ. സൗണ്ട് മാറ്റിയിട്ട് താങ്ക് യു. സൗണ്ട് മാറ്റിയ ഒരു നെഗറ്റീവ് എനർജിയാണ് ഇപ്പൊ സംസാരിച്ചത്. അല്ലാതെ എന്ത് പറയാം, ഇനി മേലാതെ അങ്ങനെ സൗണ്ട് മാറ്റി പറയുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ശരി, ഫസ്റ്റ് ആയിക്കോട്ടെ. താങ്ക് യു മാം. താങ്ക് യു.